വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. നമ്മളിന്ന് 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾ എടുക്കാൻ പോകുന്നത് കേട്ടോ. 3ാമത്തെ ചാപ്റ്റർ എന്ന് വെച്ചാൽ 1ാമത്തെ ചാപ്റ്റർ ഏർലി ഹ്യൂമൻസ് ആൻഡ് സിവിലൈസേഷൻ, അല്ലെങ്കിൽ ആദിമ മനുഷ്യരും സംസ്കാരങ്ങളും. അതിൻ്റെ ഫുൾ നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ആ ചാനൽ കയറി കാണാത്തവരാണെങ്കിൽ ഇന്ന് കാണണ്ടേ. അതുപോലെ 2ാമത്തെ ചാപ്റ്ററിൻ്റെയും ഏർലി സ്റ്റേറ്റ്, അതായത് ആദ്യകാല രാഷ്ട്രങ്ങൾ, ആ ചാപ്റ്ററിൻ്റെയും ഫുൾ നോട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. അത് നല്ലപോലെ കയറി എഴുതി എടുത്തതിന് ശേഷം വേണം എന്ത് ചെയ്യാൻ, ഈ 3ാമത്തെ ചാപ്റ്റർ എഴുതിയെടുക്കാം. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് രാഷ്ട്രവും ഗവൺമെൻറ്റും, സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. പിന്നെ ഞാൻ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 5ാം ക്ലാസ്സിൻ്റെയും 7ാം ക്ലാസ്സിൻ്റെയും എല്ലാ വിഷയത്തിൻ്റെയും നോട്ട്, അതായത് കഴിഞ്ഞ വർഷമായിരുന്നു നിങ്ങളെ ടെസ്റ്റ് മാറ്റം. അപ്പം നമ്മൾ അതിൻ്റെ എല്ലാ നോട്ടുകളും നമ്മുടെ ചാനലിൽ കിടപ്പുണ്ട്. നിങ്ങളുടെ വീട്ടിലോ അടുത്തുള്ള ആർക്കെങ്കിലും ഒക്കെ പ്രയോജനപ്പെടുത്തുമെങ്കിൽ അത് പറയണം കേട്ടോ. എളുപ്പ വഴിയിലാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ, നിങ്ങൾക്കാകുമ്പോൾ എൻ്റെ ക്ലാസ് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കും. എല്ലാ എളുപ്പ വഴിയിലുള്ള രീതിയിലാണ് കണക്കുകളായാലും നോട്ട്സുകളായാലും അല്ലേ, എത്രത്തോളം സിമ്പിളാക്കി തരാമോ അത്രത്തോളം സിമ്പിളാക്കിയാണ് തന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ വർഷമാണ് നമ്മുടെ 6ൻ്റെയും 8ൻ്റെയും 10ൻ്റെയും ഒക്കെ ടെസ്റ്റ് മാറ്റം. അതിൽ 6ഉം 8ഉമാണ് നമ്മൾ ഇപ്പോൾ ഇടുന്നത്. 8ാം ക്ലാസ്സിൻ്റെ നിങ്ങളുടെ വീട്ടിൽ ചേട്ടനോ അനിയനോ ഒക്കെ ചേട്ടന്മാരും എല്ലാം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തും പറയണം കേട്ടോ. നമ്മുടെ ചാനലിൽ 6ൻ്റെയും 8ൻ്റെയും നോട്ടാണ് ഈ വർഷം ഇടുന്നത്. 5ൻ്റെയും 7ൻ്റെയും മോഡൽ ക്വസ്റ്റ്യനുകളും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അത് പറയണം കേട്ടോ. ഇപ്പോൾ അതുപോലെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ഇടയ്ക്ക് കണക്ക് ചോദിക്കുമ്പോൾ പെട്ടെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ 37ാമത്തെ പേജിലെ ആൻസർ എന്തുവാന്ന് എന്നോട് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ പുസ്തകം ഇല്ലല്ലോ കുഞ്ഞുങ്ങളെ, അങ്ങനെയൊക്കെ കുറേ ഡിലേ വരുന്നെങ്കിലേ ഉള്ളൂ. ബാക്കിയുള്ള എല്ലാ കമൻറ്റിനും ഞാൻ മറുപടി തരുന്നുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾ എൻ്റെ അടുത്ത് ഇപ്പോൾ 38ാമത്തെ അല്ലെങ്കിൽ 40ാമത്തെ പേജിലെ 5ാമത്തെ ചോദ്യം എന്തുവാന്ന് നിങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ 5 മണിക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അന്നേരം ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പം വീട്ടിൽ വരുമ്പോഴും കാണുമ്പോഴും ഒക്കെ ഞാൻ അതിന് തിരിച്ച് മറുപടി തരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മളിപ്പം സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ്. രാഷ്ട്രവും അതുപോലെ തന്നെ ഗവൺമെൻറ്റും കേട്ടോ. നമുക്കിനി ആ പാഠത്തിലോട്ട് കയറാൻ. ടെസ്റ്റ് വായിച്ച് തന്നെ മലയാളം മീഡിയക്കാർക്ക് ഇംഗ്ലീഷ് മീഡിയക്കാർക്കും നിങ്ങളത് നോക്ക്, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ല അന്നേരം മനസ്സിലാക്കാം. വായിച്ചിട്ട് തന്നെയാണ് നിങ്ങളെ നോട്ട് തരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ 3ാമത്തെ ചാപ്റ്റർ തുടങ്ങാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ നിങ്ങളെ. അതുപോലെ മനസ്സിലാവുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ കമൻറ്റ് ബോക്സിൽ എന്നോട് പറയാം കേട്ടോ. എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ. നമുക്ക് തുടങ്ങാം. ഓക്കെ, വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ നിങ്ങളെ രാഷ്ട്രവും ഗവൺമെൻറ്റും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടാണിത്. നമ്മളതിൻ്റെ നോട്ട്സ് ടെസ്റ്റ് വായിച്ചിട്ട് നോട്ട്സ് തരും കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുവാന്ന് മനസ്സിലാവണ്ടായോ, അതുകൊണ്ട് ടെസ്റ്റ് വായിച്ചിട്ട് നോട്ട്സ് തരാം കുഞ്ഞുങ്ങളെ. നോക്കിക്കേ, ഇവിടെ ടെസ്റ്റിനകത്തിൽ ഫസ്റ്റിൽ ഒരു ഡയറി നിങ്ങളുടെ ടെസ്റ്റിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എന്നിട്ട് ഈ ഒരു ഡയറിയാണ്. ആൻ ഫ്രാങ്ക് എന്ന് പറയുന്ന ഒരാളിനെ കുറിച്ച് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താണെന്നറിയോ? ഈ ജർമ്മനിയിൽ നിന്നുമുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു ആൻ ഫ്രാങ്ക്. ആരാന്നൊന്ന് അറിഞ്ഞിട്ട് നമുക്ക് ഈ ഡയറി വായിക്കാം കുഞ്ഞുങ്ങളെ. ജർമ്മനിയിൽ നിന്നുള്ള ഒരു എഴുത്തുകാരിയായിരുന്നു ആൻ ഫ്രാങ്ക്. ജനനം 1929 മരിച്ചത് 1945. അത് പോട്ടെ, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 1933 ആൻ ഫ്രാങ്കിൻ്റെ കുടുംബം ഹോളണ്ടിലേക്ക് കുടിയേറി പാർത്തു. ജർമ്മൻ പട്ടാളം ഹോളണ്ടിനെ ആക്രമിച്ചപ്പോൾ യഹൂദരായിരുന്ന ആൻ ഫ്രാങ്കും കുടുംബവും ഒരു ഒളിസങ്കേതത്തിൽ അഭയം തേടി. 1944 ഓഗസ്റ്റ് 4 നാസി പോലീസ് ഒളിത്താവളത്തിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയതോടെ ആനും കുടുംബവും കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടവിലായി. ഈ നാസിപ്പടയെ ഭയന്ന് കുടുംബത്തോടൊപ്പം ഒളിവിൽ കഴിയുമ്പോൾ ആൻ എഴുതിയ ഡയറി കുറിപ്പുകൾ പിൽക്കാലത്ത് പ്രസിദ്ധീകരിക്കപ്പെട്ടു. മനസ്സിലായോ? ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ജൂതവംശർ അനുഭവിക്കേണ്ടി വന്ന കഷ്ടതകളെക്കുറിച്ചുള്ള ചിത്രം തരുന്നവയായിരുന്നു ആ കുറിപ്പുകൾ. 1947 ആൻ ഫ്രാങ്കിൻ്റെ ഡയറി പ്രസിദ്ധീകരിക്കുന്നത്. 1945 മാർച്ചിൽ ഹോളണ്ടിൻ്റെ മോചനത്തിന് കേവലം 2 മാസം മുമ്പ് ബെർഗൻ ബെൽസൺ എന്ന കുപ്രസിദ്ധ നാസി തടവറയിൽ വെച്ച് ടൈഫസ് പിടിപെട്ട് ആൻ ഫ്രാങ്ക് അന്തരിക്കുകയും ചെയ്തു. ആൻ ഫ്രാങ്കിനെ കുറിച്ച് ഞാൻ ഒന്ന് പറഞ്ഞാൽ നിങ്ങളെ. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റ് ഇവിടെ ഒരു ബോക്സിനകത്തുള്ളൊരു കാര്യം കൊടുത്തിട്ട് നോക്കണേ. വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈച്ച് പേഴ്സൺസ് വുഡ് യു ഫസ്റ്റ് ഇഫ് ദേ ഗെറ്റ് എ ചാൻസ് ടു ഗോ ഔട്ട്. ഡാഡ് വാണ്ട് ടു ഗോ ഔട്ട് ആൻഡ് സീ മിസ്റ്റർ വോസൺ. പീറ്റർ വാണ്ട് ടു ഗോ ടു ടൗൺ ആൻഡ് സീ എ മൂവി.
and I find freedom itself a great joy. So I can't think of what to do, but I know one thing, that what I like above everything is a house of our own and freedom of movement. Then my school and my studies. I love my country, I love this language, I wish to live and work here എന്നൊക്കെയാണ് കൊടുത്തേക്കുന്നത്. വല്ലോ മനസ്സിലായോ? അതായത് നമ്മുടെ അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം, അത് ഞാനിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, നമ്മുടെ സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന, അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, നിങ്ങൾക്കത് വേണമെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കേൾക്കണേ. ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന നമ്മുടെ ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റി, ഡയറിയുടെ പേരെന്താ, കിറ്റിയിൽ കുറിച്ചിട്ട വരികളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ് കൊടുത്തത്? അതായത് പുറത്തു പോകാൻ അവസരം കിട്ടിയാൽ ആദ്യം എന്ത് ചെയ്യണമെന്നാണ് ഓരോ ആളിൻ്റെയും ആഗ്രഹം എന്നതിനെക്കുറിച്ച് ഞങ്ങൾ ചർച്ച നടത്തിയിരുന്നു. ഇവരെല്ലാം അവരുടെ കസ്റ്റഡിയിലായില്ലേ, അപ്പോൾ ഇനി പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇവരെന്തൊക്കെയായിരിക്കും അല്ലേ, ഓരോ ആളിൻ്റെയും ആഗ്രഹങ്ങൾ എന്തൊക്കെയാണെന്ന് അവരെല്ലാവരും കൂടി അവിടെ ഇരുന്ന് ചർച്ച ചെയ്യുകയായിരുന്നു. പുറത്തു പോയി മിസ്റ്റർ വോസനെ കാണാനാണ് ഡാഡിക്ക് ആഗ്രഹം. ഈ ആൻ ഫ്രാങ്കിൻ്റെ അച്ഛൻ എന്താ ആഗ്രഹം? എനിക്ക് പുറത്തു പോയാൽ മിസ്റ്റർ വോസനെ ഒന്ന് കാണണമെന്ന് ഡാഡിയുടെ ആഗ്രഹം. പീറ്റർ ഒരുപാട് പേരുണ്ടല്ലോ, പീറ്ററിന് ടൗണിൽ പോയി സിനിമ കാണണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എനിക്ക് സ്വാതന്ത്ര്യം എന്നത് തന്നെ വലിയ ആനന്ദമായിട്ട് തോന്നുന്നു, അതുകൊണ്ട് എന്ത് ചെയ്യണമെന്ന് തന്നെ ചിന്തിക്കാൻ പറ്റുന്നില്ല, അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറങ്ങിയാൽ മതിയായിരുന്നു എന്നാണ് നമ്മുടെ ആൻ ഫ്രാങ്ക് വിചാരിച്ചത്. സ്വാതന്ത്ര്യം വേണമെന്ന് അല്ലേ, അതിനകത്തുനിന്ന് എങ്ങനെയെങ്കിലും അങ്ങ് വെളിയിലിറങ്ങിയാൽ മതിയെന്നായിരുന്നു അല്ലേ എന്ന്. പക്ഷേ ഒന്നെനിക്കറിയാം, എല്ലാറ്റിലും അധികം ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും. ഇനി അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് കുഞ്ഞുങ്ങളെ. ഇനി എന്താണ് നമ്മുടെ ആൻ ഫ്രാങ്ക്? ഐ ലൈക്ക് എബവ് എവറിതിങ് ഈസ് എ ഹൗസ് ഓഫ് അവർ ഓൺ എന്ന് വെച്ചാൽ എല്ലാറ്റിലും അധികമായിട്ട് ഞാൻ ഇഷ്ടപ്പെടുന്നത് ഞങ്ങളുടേത് മാത്രമായ ഒരു വീടും സഞ്ചാര സ്വാതന്ത്ര്യവുമാണ് എനിക്ക് ഏറ്റവും ആദ്യം വേണ്ടുന്നതെന്ന് കേട്ടോ. പിന്നെ എൻ്റെ സ്കൂളും പഠനവും, ഞാൻ എൻ്റെ രാജ്യത്തെ സ്നേഹിക്കുന്നു, ഞാൻ ഈ ഭാഷയെ സ്നേഹിക്കുന്നു, ഇവിടെ തന്നെ ജോലി ചെയ്ത് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ നോക്കിയ സോഴ്സ്. അവലംബം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻ ഫ്രാങ്കിൻ്റെ ദ ഡയറി ഓഫ് എ യങ് ഗേൾ ആൻ ഫ്രാങ്ക് കേട്ടോ. ഇതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകളിലെ കുറച്ച് വരികളാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത്. ഡയറി കുറിപ്പാണ്. ഓക്കെ ആണോ നിങ്ങളെ? മനസ്സിലായോ? ഫസ്റ്റ് പേജ് അതത്രയും മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെ ഇപ്പം ഞാൻ പറഞ്ഞായിരുന്നു ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം. നോക്കണേ നിങ്ങളെ, ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം, ഇതൊക്കെ പറയുമ്പം ഒരുപാട് പറയാനുണ്ട്, അതുകൊണ്ട് അതൊക്കെ ചുരുക്കി അങ്ങ് പറയുക. ഹിറ്റ്ലറുടെ സൈനിക ആക്രമണം കാരണം സ്വന്തം രാജ്യത്ത് ഒരു ഇടുങ്ങിയ മുറിയിൽ ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്ന നമ്മുടെ ആൻ ഫ്രാങ്ക് തൻ്റെ പ്രിയപ്പെട്ട ഡയറിയായ കിറ്റി, നോക്കണേ നിങ്ങളിവിടെ കിറ്റി കേട്ടോ, കുറിച്ചിട്ട വരികളാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞത്. ഇനി ഇവിടെ ചോദിക്കുന്നു, ഹിയർ വാട്ട് ഓൾ ഡസ് ആൻ ഫ്രാങ്ക് വിഷ് ഫോർ? അങ്ങനൊരു ചോദ്യം കിടപ്പുണ്ട് കേട്ടോ. നമ്മളതാണ് ഒന്നാമത് എഴുതിയേക്കുന്ന ചോദ്യം. നമുക്ക് ആ വായിച്ചതിന് ക്വസ്റ്റ്യൻ ആൻസർ എഴുതി നോക്കി ഇപ്പം ഒന്നാമത്തെ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? വാട്ട് ഓൾ ഡസ് ആൻ ഫ്രാങ്ക്, ആനി ആൻ ANNE കേട്ടോ, ആൻ ഫ്രാങ്ക് വിഷ് ഫോർ. ആൻ ഫ്രാങ്ക് എന്തെല്ലാമാണ് ആഗ്രഹിക്കുന്നത്? നമ്മുടെ ആ മുകളിൽ തന്ന ഡയറിക്കകത്തിലെ കാര്യം അങ്ങ് എഴുതിയാൽ മതി. ഏതാ? അവൾക്ക് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ അവൾ ആഗ്രഹിച്ചു. ടു ലീഡ് എ ലൈഫ് ഓഫ് ഫ്രീഡം അല്ലേ, ടു ലീഡ് എ ലൈഫ് ഓഫ് ഫ്രീഡം, സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആൻ ഫ്രാങ്ക് ആഗ്രഹിച്ചു. പിന്നെ എ ഹൗസ് ഓഫ് ഹെർ ഓൺ, സ്വന്തമായിട്ടൊരു വീട് അവൾ വേണമെന്ന് പറഞ്ഞു അല്ലേ. ഇതെല്ലാം ഇവിടെ കിടപ്പ്. എ ഹൗസ് ഓഫ് അവർ ഓൺ കണ്ടോ. ആൻഡ് ഫ്രീഡം, പിന്നോ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്, സഞ്ചാര സ്വാതന്ത്ര്യം. എങ്ങനെയെങ്കിലും ഇതിനകത്ത് നിന്ന് അങ്ങ് വെളിയിലിറങ്ങിയാൽ മതിയായിരുന്നു അല്ലേ, നമുക്ക് സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. ടു ലീവ് ആൻഡ് വർക്ക് ദെയർ, ജോലി ചെയ്ത് ജീവിക്കാനുള്ള അല്ലേ, എന്തെല്ലാം ഉണ്ട് അവർക്ക്, ജോലി ചെയ്ത് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെയോ ഞാൻ നമ്മുടെ ഭാഷയെ, ഹെർ കൺട്രി ആൻഡ് ലാംഗ്വേജ്, നമ്മുടെ ഭാഷയും കേട്ടോ ഒരു 4 പഠിച്ച് വെച്ചേക്കണേ. ആൻ ഫ്രാങ്കിൻ്റെ ആഗ്രഹങ്ങൾ കേട്ടോ. ഹെർ കൺട്രി ആൻഡ് ലാംഗ്വേജ്, നമ്മുടെ ടെസ്റ്റിൽ തന്നെ അത് കിടപ്പുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ നമ്മുടെ ഭാഷയെ സ്നേഹിക്കുന്നു, ഇവിടുത്തെ ജോലി ചെയ്ത് ജീവിക്കാൻ അവൾ ആഗ്രഹിക്കുന്നു, പിന്നെ നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. ഹെർ കൺട്രി ആൻഡ് ലാംഗ്വേജ്, ടു ലീവ് ആൻഡ് വർക്ക്. നിങ്ങൾക്ക് കേട്ടോ ഇതിനകത്ത് നിന്ന് ഏതെങ്കിലും ഒരു 4 പോയിന്റ് മലയാളം മീഡിയക്കാർക്ക് അവരുടെ ടെസ്റ്റിൽ തന്നെ കിടപ്പുണ്ട് കുഞ്ഞുങ്ങളെ, ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് അവരുടെ ടെസ്റ്റിൽ കിടപ്പുണ്ട് കേട്ടോ. ഒന്നാമത്തെ ചോദ്യം ഓക്കെയാണോ? ആൻ ഫ്രാങ്കിന് എന്തെല്ലാം ആഗ്രഹമായിരുന്നു ഉണ്ടായിരുന്നത്?
ഓക്കെ ആണോ? 4 നല്ലതുപോലെ പഠിക്കണം കേട്ടോ. അതാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് താഴെ അതിൻ്റെ ആൻസർ നമ്മളിപ്പോൾ എഴുതി. അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങളെ. വാട്ട് ആൾ ഡസ് അവർ നേറ്റീവ് ലാൻഡ് ഗ്യാരൻറ്റി അസ്? ഡിസ്കസ്. വാട്ട് ആൾ ഡസ് അവർ നേറ്റീവ് ലാൻഡ് ഗ്യാരൻറ്റി അസ്? ഡിസ്കസ്. കണ്ടോ എന്താണത്? നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നതെന്ന് ചർച്ച ചെയ്ത് എഴുതാനാണ്. ഒരു 4 പോയിന്റ് അതും പഠിച്ചിരിക്കണം. നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത്? എന്തൊക്കെ ഗ്യാരൻറ്റിയാണ് തരുന്നത്? അവർ നേറ്റീവ് ലാൻഡ് അല്ലേ? എന്തൊക്കെ ഗ്യാരൻറ്റിയാവും നിങ്ങൾ? എന്തൊക്കെ ഉറപ്പാണ് നൽകുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ് ആൻഡ് ഫ്രീഡം, മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യവുമുണ്ട് അല്ലേ? എന്തൊക്കെ ഗ്യാരൻറ്റിയാണ് തരുന്നത്? ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് വെച്ചാൽ മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? അതും പറയാൻ ഒത്തിരി. അത് പോട്ടെ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം. പിന്നെ ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ വിദ്യാഭ്യാസം, ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ചാൽ അവസരങ്ങൾ. വിദ്യാഭ്യാസത്തിലേക്കും അവസരങ്ങളിലേക്കുമുള്ള ആക്സസ്, പ്രവേശനം. കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഒന്നാമത്തെ നല്ലതുപോലെ എഴുതിയെടുക്കണേ. കാണാൻ പറ്റുന്നുണ്ടായിരുന്നല്ലോ? ഇതാ ചോദ്യവും ഉത്തരവും എഴുതിയെടുക്കണം. രണ്ടാമത്തെ ഇത്രയാണ് കേട്ടോ. എല്ലാവരും പറയും ഇതൊന്ന് പോസ് ചെയ്ത് കാണിക്കണേ, എഴുതി എടുക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഞാൻ കമൻറ്റ് കണ്ട്. ഇപ്പോൾ എഴുതിയെടുക്കാൻ പറ്റുമല്ലോ. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആൻഡ് ഫ്രീഡം, മൗലിക അവകാശങ്ങളും സ്വാതന്ത്ര്യവും. ആക്സസ് ടു എഡ്യൂക്കേഷൻ ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, വിദ്യാഭ്യാസത്തിലേക്കും അവസരങ്ങളിലേക്കും ഉള്ള പ്രവേശനം. പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ നമ്മുടെ സ്വത്തുക്കൾ അല്ലേ? പ്രൊട്ടക്ഷൻ ചെയ്യുക എന്ന് വെച്ചാൽ സംരക്ഷണം കൊടുക്കുക അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, നമ്മുടെ ജീവനും പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്വത്താട്ടോ. അങ്ങനെയല്ലേ ഞാൻ പറഞ്ഞു? പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ സ്വത്ത്, പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ സംരക്ഷണം അല്ലേ? പ്രൊട്ടക്ഷൻ ഓഫ് ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി, ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുക. എ സെൻസ് ഓഫ് ബിലോങ്ങിങ് ആൻഡ് കൾച്ചറൽ ഐഡൻറ്റിറ്റി, സ്വന്തമാണെന്നുള്ള ഒരു തോന്നലും സാംസ്കാരിക തിരിച്ചറിവും വേണമെന്നാണ്. സ്വന്തമാണെന്നുള്ള തോന്നലും സാംസ്കാരിക തിരിച്ചറിവും. ഐഡൻറ്റിറ്റി എന്ന് വെച്ചാൽ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ്, നമുക്കിപ്പോൾ ID കാർഡൊക്കെ ഇല്ലേ, നമുക്ക് എന്തൊക്കെയാണ് തിരിച്ചറിയാൻ, നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് നൽകുന്നത് എന്നുള്ള ഒരു 4 പോയിൻ്റാണ് ഇത്. ഓക്കെ ആണല്ലോ? അതാണ് ഫസ്റ്റ് പേജിൽ നമുക്ക് അത്രയും കാര്യമേ പറയുന്നുള്ളൂ. ഇനി സെക്കൻഡ് പേജിൽ നോക്കൂ നിങ്ങൾ. ഇവിടെ കുറേ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ എന്ന് പറയുന്ന പേജ്. സ്റ്റേറ്റ് ആൻഡ് പീപ്പിൾ കാണാൻ പറ്റുന്നുണ്ടല്ലോ? ഓക്കെ. COVID-19 India declared that the state is all set of face any situation. ഒന്നാമത്തെ. ഹെൽത്ത് ഇൻഷുറൻസ് കാർഡ് ടു ബി എൻഷ്യൂർഡ് ഫോർ ആൾ അക്രോസ് ദ കൺട്രി. റിപ്പബ്ലിക് ഡേ സെലിബ്രേഷൻസ്. ഇന്ത്യ ടൈറ്റൻ സെക്യൂരിറ്റി അലോങ് ദ ബോർഡേഴ്സ്. ഫുഡ് പ്രൈസ് ഹൈക്ക്. സ്റ്റേറ്റ് ടു അഡോപ്റ്റ് ഇമ്മീഡിയറ്റ് സ്റ്റെപ്പ് ടു ഇൻക്രീസ് പ്രൊഡക്ഷൻ. സൊല്യൂഷൻസ് ഫോർ എനർജി ക്രൈസിസ് ഫേസ്ഡ് ബൈ പീപ്പിൾ. ന്യൂ സോളാർ എനർജി പ്ലാന്റ്സ് ടു ബി ഡെഡിക്കേറ്റഡ് ടു ദ നേഷൻ ടുഡേ. ഇങ്ങനെ ഒരു 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ 5 കാര്യങ്ങൾ? അത് നല്ലപോലെ നോക്കണമെന്നില്ല. മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷ് എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ? ഉണ്ട്. ലുക്ക് അറ്റ് ദ കൊളാഷ് ഗിവൺ എബോ ഹിയർ ദ ഫുൾഫിൽഡ് ദ ഡിമാൻഡ് ഓഫ് ദ പീപ്പിൾസ് ആൻഡ് എൻഷുർ. അത് നമുക്ക് നോക്കി ഈ കോളേജ് എന്ന് അവിടെ എഴുതി വെച്ചേക്കുന്നത് അല്ലേ? കൊളാഷ് നോക്കി കുഞ്ഞുങ്ങളെ. എന്തൊക്കെയാണ്? കോവിഡ്-19 ഏത് സാഹചര്യവും നേരിടാൻ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ. ഇതൊക്കെ പേപ്പറിലേ ഉണ്ടല്ലോ, പേപ്പറിലെ ന്യൂസ് വരത്തില്ലേ കുഞ്ഞുങ്ങളെ? കുറച്ച് അതിൻ്റെ കുറച്ച് കൊടുത്തേക്കാണ്. COVID-19 ഏത് സാഹചര്യവും നേരിടാൻ നമ്മുടെ രാഷ്ട്രം തയ്യാറാണെന്ന് ഇന്ത്യ. അടുത്ത ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ രാജ്യത്തെല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസ് കാർഡുകൾ ഉറപ്പാക്കും. രാജ്യത്ത് എല്ലാവർക്കും ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡ് ഉറപ്പുവരുത്തുന്നു. റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ അതിർത്തികൾ സുരക്ഷ ശക്തമാക്കി ഇന്ത്യ. പിന്നെ നീല ബോക്സിലോ ഭക്ഷ്യ വിലവർധനയുടെ ഫുഡ് പ്രൈസ് ഹൈക്ക്, വിലവർധനയുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സത്വര നടപടികൾ സ്വീകരിക്കുമെന്ന് രാജ്യം. പിന്നെ
ജനങ്ങൾ നേരിടുന്ന ഊർജ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പുതിയ സൗരോർജ നിലയങ്ങൾ ഇന്ന് രാഷ്ട്രത്തിന് സമർപ്പിക്കും എന്നാണ്. ഇങ്ങനെ 5 കാര്യങ്ങൾ നമ്മുടെ പേപ്പറിനകത്തിലെ കട്ട് ചെയ്തായിട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇവിടെ മുകളിൽ നൽകിയിരിക്കുന്ന കൊളാഷുകൾ ഓരോന്നും നിങ്ങൾ ശ്രദ്ധിക്കൂ. ഇവിടെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നതും ആരാണ് എന്ന് ചോദിച്ചിട്ടുണ്ട് അല്ലേ. നോക്കുകയും അതിനെക്കുറിച്ചാവും നിങ്ങൾ ഇനി നമ്മൾ പഠിക്കുന്നത്. എന്താ? വാട്ട് ആർ ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ടു ദ പീപ്പിൾസ്? ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്? ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു എന്നതിനെ ഇനി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് നമുക്ക് തരേണ്ടത്. അതിനകത്തിലെ ചോദ്യം നോക്കി കഴിഞ്ഞാൽ വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ടു ദ പീപ്പിൾ? നമുക്ക് ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇനി എഴുതാനുള്ളത്. മൂന്നാമത്തെ ടെസ്റ്റ് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ എഴുതുന്നത്. മൂന്നാമത്തെ നോക്കുക, ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നത്? വാട്ട് ആർ ദ സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഓഫ് ദ പീപ്പിൾ? കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഉണ്ടോ? 4 എണ്ണം, മൂന്നെണ്ണമെങ്കിലും അറിയണം കേട്ടോ. പ്രൊട്ടക്ഷൻസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു. പ്രൊട്ടക്ഷൻ ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് ദ പീപ്പിൾ. രണ്ടാമത്തെ എൻഷുറിങ് ബോർഡർ സെക്യൂരിറ്റി, അതിർത്തി സുരക്ഷ ഉറപ്പാക്കൽ. നമ്മുടെ മേലിൽ കിടക്കുന്ന ആ പേപ്പറിനകത്ത് തന്നെ ഉണ്ട് അല്ലേ. മേളിൽ ഇപ്പോൾ പേപ്പറിൻ്റെ പറഞ്ഞില്ലേ കുഞ്ഞുങ്ങൾ, അതിനകത്ത് നിന്ന് പ്രൊവൈഡിങ് ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നൽകൽ. മിനിമം ഈ 3 എണ്ണമെങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ. ഞാൻ 5 എണ്ണം കൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് ആ 3 എണ്ണമെങ്കിലും ചെറുത് നോക്കി 3 എണ്ണം തന്നത് കേട്ടോ. പ്രൊവൈഡിങ് ഹെൽത്ത് ഇൻഷുറൻസ്, ആരോഗ്യ ഇൻഷുറൻസ് നൽകൽ, പിന്നെ അതിർത്തി സുരക്ഷ ഉറപ്പാക്കൽ, എൻഷുറിങ് ബോർഡർ സെക്യൂരിറ്റി, ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്നു എന്ന് 3 എണ്ണം. നമ്മുടെ അടുത്ത ടെസ്റ്റ് വായിച്ചിട്ടാണ് നമ്മൾ ഈ ഓരോ ഉത്തരവും പറയുന്നത്. അതിൻ്റെ തൊട്ട് താഴെ നോക്കിക്കേ. It is the state that enable an environment for the peoples to live with the liberty, dignity and without fear. Let's get familiarized with more features of state. സ്വാതന്ത്ര്യത്തോടെയും നമ്മുടെ അന്തസ്സോടെയും എന്താ നമ്മൾ ജീവിക്കാൻ ജനങ്ങളെ സഹായിക്കുന്ന സാഹചര്യം ഒരുക്കുന്നത് നമ്മുടെ രാഷ്ട്രമാണ്. ഈ രാഷ്ട്രത്തിൻ്റെ കൂടുതൽ സവിശേഷതകൾ, മോർ ഫീച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ്, അത് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ആവും. നിങ്ങൾ ഈ സ്റ്റേറ്റിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾ കഴിവതും ഇത് ഇത്രയും നല്ലതുപോലെ പഠിക്കാൻ നോക്കുക. പഠിക്കാൻ പറ്റുന്ന ആൾക്കാർ പഠിക്കുക. അപ്പോൾ ഇതാവും നിങ്ങൾ സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോംഡ് ബൈ ദ പീപ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് permanently within the definite territory with a sovereign government in a state. Population, territory, government and sovereignty are the factors that form a state. It is the responsibility of the state to make laws and to ensure the welfare of its people. The state protect the rights of the peoples. Moreover, define the responsibility of the people towards the state. മനസ്സിലായോ? അതായത് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാൽ മതി. രാഷ്ട്രത്തെക്കുറിച്ച് ചോദിക്കുമ്പോഴേ അതിന് മുമ്പേ ഞാൻ ഒരു 1 വേർഡ് എഴുതിയിട്ടുണ്ടല്ലോ. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഏതാണ്? അത് പിന്നീട് എഴുതാനുള്ളതായിരുന്നു, ഞാൻ എഴുതിയതാണ്. എന്നാലും നിങ്ങളത് എഴുതിക്കോ, ഇനി അങ്ങോട്ട് അടുത്തതിലുണ്ട്, അപ്പോൾ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം ഇന്ത്യയാണ് കേട്ടോ. ഇപ്പോൾ ഇന്ത്യ ആയി കേട്ടോ. ഏറ്റവും കുറവ് ജനസംഖ്യയുള്ളത് വത്തിക്കാൻ സിറ്റിയുമാണ് കേട്ടോ. ഈ 2 എണ്ണം ഒന്ന് അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഇന്ത്യയാണ്, ഏറ്റവും കുറവ് ജനസംഖ്യ വത്തിക്കാൻ സിറ്റിയുമാണ് ഇപ്പോഴത്തെ കേട്ടോ. അപ്പം നല്ലതുപോലെ പഠിക്കണം. ഇപ്പം നമ്മൾ ഇനി നമ്മൾ എഴുതാനുള്ളതാണ് എന്താണ് സ്റ്റേറ്റ്, രാഷ്ട്രം എന്നാൽ എന്താണ്, അതാണിപ്പോൾ പറഞ്ഞത്. നമ്മൾ ഈ 2 വരിയെങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. ആ കൊടുത്തിരിക്കുന്നത് മൊത്തവും പഠിച്ചാൽ അത്രയും നല്ലതാണ്. എന്നാലും മിനിമം ഈ 2 വരിയെങ്കിലും പഠിക്കണം. വാട്ട് ഈസ് സ്റ്റേറ്റ്? എന്താണ് രാഷ്ട്രം എന്നാൽ എന്താണ്? സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് സോഷ്യോ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോംഡ് ബൈ ദ പീപ്പിൾ, എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ലിവിങ് പെർമനൻ്റ്ലി വിതിൻ ദ ഡെഫിനിറ്റ് ടെറിട്ടറി വിത്ത് എ സോവറിൻ ഗവൺമെൻറ്റിന് ഈസ് എ സ്റ്റേറ്റ്. അപ്പോൾ കറക്റ്റ് ആ 2 വരിയെങ്കിലും പഠിക്കണം. ഒന്നാമത്തെ വരികൾ ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹിക രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം എന്ന് പറയുന്നത്.
ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും പരമാധികാരമുള്ള ഗവൺമെൻറ്റിനോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രം. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ഒരു നിശ്ചിത പ്രദേശത്ത് സ്ഥിരമായി അധിവസിക്കുന്നതും സ്ഥിരമായിട്ട് അവിടെ താമസിക്കുന്നതാണ് അവരുടെ പരമാധികാരമുള്ള ഗവൺമെൻറ്റോട് കൂടിയതുമായ ഒരു ജനതയാണ് രാഷ്ട്രമെന്ന് പറയുന്നത്. ഈ രണ്ട് വരിയെങ്കിലും നല്ലതുപോലെ പഠിക്കണം. നമ്മൾ 6ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ് പറയുന്നത്. രാഷ്ട്രം എന്നാൽ എന്താണ്? ഓക്കെ ആണോ? അത്രയും. ഇനി അതിൻ്റെ തൊട്ട് വലതുവശത്തെ എന്താണ് പൊളിറ്റിക്കൽ? അപ്പോൾ അതിനകത്ത് ഒരു ചോദ്യം കൂടെ ചോദിക്കാം കുഞ്ഞുങ്ങളെ. രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണ്? 7ാമത്തെ ചോദ്യം, രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് ഫോർമേഷൻ ഓഫ്, ടെസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഫോംസ് സ്റ്റേറ്റ്, ഫോർമേഷൻ ഓഫ് സ്റ്റേറ്റ് അല്ലേ? എങ്ങനെയാണ് ഒരു രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്? പോപ്പുലേഷൻ, ടെറിട്ടറി, ആ 4 പേര് നല്ലപോലെ അറിയണം. പോപ്പുലേഷൻ എന്ന് വെച്ചാൽ ജനസംഖ്യ, ടെറിട്ടറി എന്ന് വെച്ചാൽ ആ ഭൂപ്രദേശം, അത്രയും സ്ഥലം ഭൂപ്രദേശം, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി എന്ന് വെച്ചാൽ പരമാധികാരം എന്ന്, ഒരു പരമാധികാരം. ആ 4 വാക്കും നല്ലപോലെ പഠിക്കണം. പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെൻറ് ആൻഡ് സോവറിനിറ്റി ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഫോം ഓഫ് എ സ്റ്റേറ്റ്. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെൻറ്, പരമാധികാരം എന്നീ ഘടകങ്ങൾ ചേർന്നതാണ് രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്. 7ാമത്തെ ക്വസ്റ്റ്യൻ ആൻസറാണ്. അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം. ഇനി റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ്. ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ എന്തെല്ലാമാണ്? ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതലകൾ നോക്കുക. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് ലോസ് ആൻഡ് ടു എൻഷർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് പീപ്പിൾ. വെൽഫെയർ വായിക്കാൻ അറിയാൻ വേണ്ടി എടുത്ത് ഞാൻ ഓരോ വാക്കും പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ സ്റ്റേറ്റ് ടു മേക്ക് ലോസ് ആൻഡ് ടു എൻഷർ ദ വെൽഫെയർ ഓഫ് ഇറ്റ്സ് പീപ്പിൾ. വായിക്കാൻ പറ്റുന്നുണ്ടോ നിങ്ങൾ? ചിലപ്പോൾ ഏതെങ്കിലും വാക്ക് ഞാൻ എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് അന്നേരം എന്നെ ഒന്ന് വിളിച്ച് ചോദിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോൾ വായിക്കുമ്പോഴും ഓരോ വാക്ക് വെച്ച്, അപ്പോൾ കമൻറ്റ് ബോക്സിൽ എൻ്റെ പ്രൊനൗൺസിയേഷൻ ശരിയല്ല എന്നൊരു കമൻറ്റ് ഞാൻ എപ്പോഴും ഏതിൻ്റെയോ ഒന്ന് കണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത്രയും ഇതൊക്കെ മതി. നിയമങ്ങൾ നിർമ്മിക്കുന്നതും ജനക്ഷേമം ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണെന്നാണ്. നിയമങ്ങൾ നിർമ്മിക്കുന്നതും, മേക്ക് എന്ന് വെച്ചാൽ ഇവിടെ നിർമ്മിക്കുന്നതും, ജനക്ഷേമം വെൽഫെയർ ഉറപ്പുവരുത്തുന്നതും, ഉറപ്പുവരുത്തുന്നതും രാഷ്ട്രത്തിൻ്റെ ചുമതലയാണ്. റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് തന്നെ രാഷ്ട്രം എന്നാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ നമ്മൾ പഠിക്കുന്നത് രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റിനെ കുറിച്ചാണെന്ന് നിങ്ങൾ ഓർത്തോണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളായിരിക്കും എപ്പോഴും ചോദിക്കുന്നത്. നമ്മുടെ ഒന്നാമത് ചോദിച്ചത് എന്താ, ആൻ ഫ്രാങ്ക് ഒരു ഡയറി എഴുതിയായിരുന്നു. അതിനകത്തിൽ എന്തെല്ലാമാണ് അവരുടെ ആഗ്രഹങ്ങൾ എന്തെല്ലാമായിരുന്നു എന്നാണ്. രണ്ടാമത് നമ്മുടെ മാതൃരാജ്യം എന്തെല്ലാമാണ് നമുക്ക് ഉറപ്പ് തരുന്നു എന്നുള്ളതാണ്. മൂന്നാമത്തത് എന്താ, ജനങ്ങൾക്ക് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് ജനങ്ങൾക്കാണ് രാഷ്ട്രം എന്തെല്ലാം സേവനങ്ങളാണ് പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്. പിന്നെ പറഞ്ഞത് എന്താണ് ഈ രാഷ്ട്രം അല്ലേ? നമ്മുടെ പാഠത്തിൻ്റെ പേര് തന്നെ രാഷ്ട്രം എന്നാൽ എന്തെന്നാണ്. അപ്പോൾ അത് പഠിക്കുക. ഈ രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത്, ഫോർമേഷൻ ഓഫ് അല്ലേ, രാഷ്ട്രം രൂപീകരിക്കപ്പെടുന്നത് എങ്ങനെയാണെന്നും റെസ്പോൺസിബിലിറ്റി, ഒരു രാഷ്ട്രത്തിൻ്റെ ചുമതല എന്തെല്ലാമാണെന്നും കുഞ്ഞുങ്ങളെ നമ്മൾ ഇതുവരെ പറഞ്ഞത് 8 ഓക്കെ ആണോ? 9ാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ സയൻസ്, രാഷ്ട്രതന്ത്രശാസ്ത്രം എന്നാണ്. നിങ്ങൾക്ക് ഇതാണ്ട് ഒരു നീല ബോക്സ് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ വലത്തുവശത്ത് കൊടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ നിങ്ങളൊന്ന് വായിക്കണം. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ അത് പഠിച്ചതാണ്. ഓർമ്മയുണ്ടോ? ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ്. ഇറ്റ് വാസ് ഇൻ ആൻഷ്യൻ്റ് ഗ്രീസിനെ കുറിച്ച് ഓർമ്മയുണ്ടോ നിങ്ങളെ? വേർ ദ സ്റ്റഡി ഓഫ് ദ സ്റ്റേറ്റ് സ്റ്റാർട്ടഡ് ഫസ്റ്റ്. The city-state were the basis for the study of the state. Greek thinkers like Socrates, Plato, Aristotle, ഓർമ്മയുണ്ടോ ഇവരെയൊക്കെ? Aristotle initiated the thought related to state. It was Aristotle, the father of political science, who used the terms politics for the first time.
പൊളിറ്റിക്സ് ഈസ് എ വെൽ നോൺ വർക്ക് എന്താ ഓതേഡ് ബൈ ഹിം. ഇവരെക്കുറിച്ച് വല്ല പിടുത്തമുണ്ടോ നിങ്ങൾക്ക് ഈ പറഞ്ഞ ആൾക്കാരെക്കുറിച്ച്? ഓർമ്മയുണ്ടോ നിങ്ങളെ? അതുകൊണ്ട് ഈ പേജ് ഒന്ന് ലെഫ്റ്റിലോട്ട് മാറ്റി നോക്കണേ. അതുകൊണ്ട് ഇവരെക്കുറിച്ചൊക്കെ ഓർമ്മയുണ്ടോ നമ്മൾ പഠിച്ചത്? എൻ്റെ ലിങ്ക് കണ്ടവർക്ക് അറിയാക്കി ഇതൊക്കെ നമ്മൾ നല്ലതുപോലെ പഠിച്ചു പോയതാണ്. സോക്രട്ടീസിനെ കുറിച്ചും പ്ലേറ്റോയെക്കുറിച്ചും അരിസ്റ്റോട്ടിലെക്കുറിച്ചും ഓർമ്മയുണ്ടോ? ഗ്രീക്ക് ഫിലോസഫറാണ് ഇവർ അല്ലേ? അദ്ദേഹം ആരാണിത്? അരിസ്റ്റോട്ടിലാണ് ഈ പൊളിറ്റിക്സിൻ്റെ ഓതർ. ഓർമ്മയുണ്ടോ? ഇതൊക്കെ നല്ലപോലെ പഠിച്ചത്. ആ ലിങ്ക് കണ്ടവർക്ക് അറിയാം. അപ്പോൾ അതിനെക്കുറിച്ചും നമ്മളിപ്പോൾ ഈ പറയുന്നുണ്ട്. എന്താ നിങ്ങളെ? ദ സ്റ്റേറ്റ് ആൻഡ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ആ നീല ബോക്സ് കാണാൻ പറ്റുന്നുണ്ടോ? രാഷ്ട്രവും എന്താ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ രാഷ്ട്രം, പൊളിറ്റിക്കൽ സയൻസ് എന്ന് വെച്ചാൽ തന്ത്രശാസ്ത്രം എന്നാണ് കേട്ടോ. അപ്പോൾ നോക്കിയേ, രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് കുഞ്ഞുങ്ങളെ രാഷ്ട്രതന്ത്രശാസ്ത്രം എന്ന് പറയുന്നത്. എന്താ? രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പൊളിറ്റിക്കൽ സയൻസ് എന്ന് വെച്ചാൽ സയൻസ് സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് അല്ലേ? രാഷ്ട്രത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ് രാഷ്ട്രതന്ത്രശാസ്ത്രം എന്നത്. പുരാതന ഗ്രീസിലാണ്, ഓർമ്മയുണ്ടോ? പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത്. ഇത് കേട്ടപ്പോൾ തന്നെ ചില കുട്ടികൾക്ക് ആ പാഠം പഠിച്ചവർക്കറിയാം അല്ലേ? നമ്മളെ പുരാതന ഗ്രീസിലാണ് രാഷ്ട്രത്തെക്കുറിച്ചുള്ള പഠനത്തിന് ആരംഭം കുറിച്ചത്. നഗര രാഷ്ട്രങ്ങളായിരുന്നു രാഷ്ട്രവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ അടിസ്ഥാന ഘടകം. നമ്മുടെ ഗ്രീക്ക് ഫിലോസഫർ അല്ലേ? ഗ്രീക്ക് ചിന്തകരായ സോക്രട്ടീസും പ്ലേറ്റോയും അരിസ്റ്റോട്ടിൽ എന്നിവരാണ് രാഷ്ട്രവുമായിട്ട് ബന്ധപ്പെട്ട ചിന്തകൾക്ക് തുടക്കമിട്ടത്. പൊളിറ്റിക്സ് ഓർമ്മയുണ്ടോ? പൊളിറ്റിക്സ് അല്ലെങ്കിൽ രാഷ്ട്രതന്ത്രം എന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് ശാസ്ത്രത്തിൻ്റെ പിതാവായ അരിസ്റ്റോട്ടിലാണ് അല്ലേ? അദ്ദേഹത്തിൻ്റെ വിഖ്യാത ഗ്രന്ഥമാണ് കുഞ്ഞുങ്ങളെ പൊളിറ്റിക്സ് കേട്ടോ. അത് നല്ലപോലെ ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. അതിൻ്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ സ്റ്റേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. സ്റ്റേറ്റ് എന്താണ്? ദി ഗ്രീക്സ് റെഫേർഡ് ടു സിറ്റി സ്റ്റേറ്റ് ആസ് നിങ്ങളിവിടെ പിന്നെ പോളീസ് എന്നാണ്, പോളിസീസ് അല്ല പോളീസ് എന്നാണ് കേട്ടോ. വേർ ആസ് ദ റോമൻസ് യൂസ്ഡ് ദ ടേംസ് സിവിയാറ്റ് അല്ലേ? സിവിറ്റാസ് എന്ന് കേട്ടോ. ഞാനത് നോട്ടിലുണ്ട് തരാം ഇപ്പം. ഇറ്റ് വാസ് ദ ഇറ്റാലിയൻ ഫിലോസഫറായ നിക്കോളോ, ആ പേര് നല്ലപോലെ അറിയണേ, നിക്കോളോ മാക്യവല്ലി എന്നാണ് കേട്ടോ. മാക്യവല്ലിയാണ് കേട്ടോ യൂസ്ഡ് ദ ടേംസ് സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് മോഡേൺ സെൻസ് ഫോർ ദ ഫസ്റ്റ് ടൈം. ദ ഇംഗ്ലീഷ് വേർഡ് സ്റ്റേറ്റ് കം ഇൻ ടു എക്സിസ്റ്റൻസ് ഫ്രം ദ ടേം സ്റ്റാറ്റസ് വിച്ച് വാസ് പോപ്പുലർ എമം എന്താണ് ട്യൂട്ടോണിന്നാട്ടോ. ട്യൂട്ടോണുകൾ, ഈ ട്യൂട്ടോൺ എന്നാണ് കുഞ്ഞുങ്ങളെ ഈ വാക്ക് കേട്ടോ. വായിക്കാൻ നല്ലപോലെ അറിയാം. ട്യൂട്ടോൺസ് ദ ആൻഷ്യൻ്റ് ട്രൈബ്സ് ഇൻ ജർമ്മനി. അത് ആ വാക്കുകളൊക്കെ നല്ലതുപോലെ വായിക്കണം കേട്ടോ. ഞാൻ നിർത്തിയാണ് പറയുന്നത്. നിർത്തി പറഞ്ഞാൽ ഈ ഭാവം ഉണ്ടാവും എന്ന് നമ്മൾ ഒരു സിനിമയിൽ പറഞ്ഞില്ലേ? ഓക്കെ കുഞ്ഞുങ്ങളെ, സ്റ്റേറ്റിനെ കുറിച്ചാണ്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ സിറ്റി സ്റ്റേറ്റിനെ ഗ്രീക്കുകാർ സൂചിപ്പിച്ചത് പോളീസ് എന്നാണ്. പോളീസ് എന്ന പദവും റോമക്കാർ സിവിറ്റാസ് എന്ന പദവും ഉപയോഗിച്ചിരുന്നു. അതൊക്കെ ഒരു മാർക്കിൻ്റെ ഏറ്റവും നല്ല പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ. റോമക്കാർ ഉപയോഗിച്ച എന്താ? സിവിറ്റാസ് കേട്ടോ. സിവിറ്റാസ് ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട് കുഞ്ഞുങ്ങളെ. എന്താ? ഗ്രീക്കുകാർ പോളിസ് എന്നാണ് ഉപയോഗിച്ചത്. ഇനി ഇറ്റാലിയൻ നോക്കട്ടെ കുഞ്ഞുങ്ങളെ. ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യവല്ലി എന്നൊന്നും എഴുതി വെക്കല്ലേ, മാക്യവല്ലി എന്നാണ്, ചില കട്ടിപ്പേരാണ്. നിക്കോളോ മാക്യവല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. ഇപ്പം നമുക്കറിയാവുന്ന ആകെയുള്ള സ്റ്റാറ്റസ് ഫോണിലെ സ്റ്റാറ്റസ് അറിയത്തുള്ളൂ ഇല്ലയോ? സ്റ്റാറ്റസ് ഇടണം ഇവിടെ ഇതാവും നിങ്ങളെ. ജർമ്മനിയിലെ പുരാതന ഗോത്ര വിഭാഗങ്ങളായ ട്യൂട്ടോണുകൾക്കിടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന സ്റ്റാറ്റസ് എന്ന വാക്കിൽ നിന്നാണ് സ്റ്റേറ്റ്സ് എന്ന ഇംഗ്ലീഷ് പദം ഉണ്ടായത്. അതൊക്കെ ഒരു മാർക്കിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. 9ാമത്തെ ചോദ്യം പൊളിറ്റിക്കൽ സയൻസ് എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ ഒരു വരിയിലും എഴുതാൻ അറിയണേ നിങ്ങൾ. എന്താ? പൊളിറ്റിക്കൽ സയൻസ് ഈസ് എ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദി സ്റ്റേറ്റ്. ഗ്രീക്ക് ഇതാ ഞാൻ പറഞ്ഞത്. ദ ഗ്രീക്സ് റെഫേർഡ് ടു സിറ്റി സ്റ്റേറ്റ്
ആസ് എന്താ പോളീസ്. ഗ്രീക്കുകാർ നഗരരാഷ്ട്രങ്ങളെ സൂചിപ്പിക്കാൻ പോളിസ് എന്ന പദമാണ് ഉപയോഗിച്ചത്. ഇനി റോമൻസ് യൂസ്ഡ് സിറ്റി സ്റ്റേറ്റ്സിനെ സിവിറ്റാസ്. പേര് ഓർത്തണേ നിങ്ങളെ, ഇതൊക്കെ ഈ വാക്കുകളൊക്കെ നല്ലപോലെ പഠിച്ചു വെച്ചേക്കണം. സിവിറ്റാസ് കേട്ടോ, എന്താ സിവിറ്റാസ്. അടുത്ത ഇറ്റാലിയൻ തത്വചിന്തകനായ, ആരാണ് ഇറ്റാലിയൻ തത്വചിന്തകൻ? ഈ സ്റ്റേറ്റ് എന്ന പദം കൊണ്ടുവന്നത് ഇറ്റാലിയൻ തത്വചിന്തകനായ നിക്കോളോ മാക്യവല്ലിയാണ്. പഠിക്കാൻ ഇച്ചിരി പാടാന്നറിയാം, എന്നാലും പഠിച്ചു വെക്കത്തുള്ളൂ കേട്ടോ. നിക്കോളോ മാക്യവല്ലിയാണ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായിട്ട് ആധുനിക അർത്ഥത്തിൽ ഉപയോഗിച്ചത്. നിക്കോളോ ഇക്യ കേട്ടോ, മാക്യ വല്ലി. ആ പേര് നല്ലോണം നോക്കണേ നിങ്ങൾ കേട്ടോ. ചില വാക്കുകളൊക്കെ നമ്മൾ പഠിച്ചെങ്കിലേ ഒക്കത്തുള്ളൂ, ഇല്ലയോ? പഠിക്കാതെ പറ്റത്തില്ലല്ലോ. അപ്പോൾ 12 ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ എഴുതി കുഞ്ഞുങ്ങളെ. അടുത്ത എൻ്റെ തൊട്ട് താഴെ നോക്കും നിങ്ങൾ, അടുത്ത പോപ്പുലേഷനെ കുറിച്ചാണ് നോക്കണേ. ലുക്ക് അറ്റ് ദീസ് പിക്ചർ ഗിവൻ എബോ. നോക്കി 2 പടം കൊടുത്തിട്ടുണ്ട്. വിച്ച് ഓഫ് ദീസ് ക്യാൻ ബി കൺസിഡേർഡ് ആസ് എ സ്കൂൾ ഇൻ ദ കംപ്ലീറ്റ് സെൻസ് ഓഫ് ടീം? അല്ലേ, എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിക്കൂ. ഇതിലേതാണ് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു വിദ്യാലയമാകുന്നത്? ഇതെന്താ നിങ്ങളെ മൊത്തം അടച്ചിട്ടേക്കുക. വിദ്യാലയം എന്ന് പറഞ്ഞാൽ ആരൊക്കെ വേണം? അധ്യാപകരും വേണം, കുട്ടികൾ വേണം, അല്ലേ? HM, അല്ലേ, എന്താ ആരൊക്കെയാ അവിടെ? ആരൊക്കെയാണ് അവരല്ലേ? ആൾക്കാർ വേണം, അല്ലേ? കുട്ടികളും അധ്യാപകരും കുട്ടികളും വേണം, അല്ലേ? ഒരു വിദ്യാലയം നോക്കൂ നിങ്ങളെ. ഫോർ എ സ്കൂൾ ടു ബിക്കം എ സ്കൂൾ ഇൻ ദ റിയൽ സെൻസ് there should be children's, teachers and staff along with other facilities. The concept of school become complete when they work together harmoniously and actively. എന്ന് വെച്ചാൽ ഒരു വിദ്യാലയമാകണമെങ്കിൽ അവിടെ മറ്റ് സൗകര്യങ്ങളോട്, ഫെസിലിറ്റി എന്ന് വെച്ചാൽ സൗകര്യങ്ങളോടൊപ്പം തന്നെ കുട്ടികളും അധ്യാപകരും അവിടെയുള്ള ജീവനക്കാരും സ്റ്റാഫും ഒക്കെ ഉണ്ടാകണം, അല്ലേ? എല്ലാവരും ഒത്തൊരുമയോടെ സജീവമായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് അതൊരു വിദ്യാലയമായിട്ട് മാറുന്നത്, അല്ലയോ നിങ്ങൾ? അങ്ങനല്ലേ? അത് ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ടൊന്നും അത് പഠിക്കാൻ വേണ്ടിയൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെയാണ് എന്താ നമ്മുടെ രാഷ്ട്രം അല്ലെങ്കിൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്താ, വിത്തൗട്ട് പീപ്പിൾസ് എ സ്റ്റേറ്റ് cannot exist, but the number of peoples required to form a state has not been fixed. The population of the state can include peoples belong to different religion, class and color. Peoples become a part of a state when they stay together with mutual ഡിപ്പെൻഡൻസ്, കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്. ഞാൻ സ്പീഡിൽ പോകുന്ന അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുമില്ല കുഞ്ഞുങ്ങൾ. അതുകൊണ്ടാണ് ജനങ്ങളില്ലാതെ രാഷ്ട്രത്തിൽ നിലനിൽപ്പില്ല. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ എത്രയെന്ന് അതിൽ നിജപ്പെടുത്തിയിട്ടുമില്ല. ഉണ്ടോ? ഇല്ല. ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യയിൽ രാഷ്ട്രത്തിലെ ആരൊക്കെ ഉണ്ടോ കുഞ്ഞുങ്ങൾ? വിവിധ മതക്കാർ, വിവിധ വർഗ്ഗക്കാർ, വിവിധ വർണ്ണ വിഭാഗങ്ങൾ, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്, അല്ലേ? പരസ്പരാശ്രയത്വവും പിന്നെ എന്തൊക്കെയാണ് നിങ്ങൾ? മ്യൂച്വൽ ഇൻഡിപെൻഡൻസ്, പരസ്പര ആശ്രയത്വവും, കോമൺ ഇൻട്രസ്റ്റ് എന്ന് വെച്ചാൽ പൊതുവായിട്ടുള്ള താല്പര്യവും, അതുപോലെ തന്നെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്, പൊതുബോധം എന്നിവയിൽ ഒത്തൊരുമിച്ച് നിൽക്കുമ്പോഴാണ് ജനങ്ങൾ രാഷ്ട്രത്തിൻ്റെ ഘടകമായിട്ട് മാറുന്നത് കേട്ടോ. അതിൻ്റെ തൊട്ട് താഴെ നമ്മളോട് ചോദിച്ചാണ്ടേ, ദ കൺട്രി വിത്തിൻ ദ ഹയസ്റ്റ് പോപ്പുലേഷൻ. ഞാൻ മുമ്പ് ക്വസ്റ്റ്യൻ ആൻസറിൽ തന്ന ഇന്ത്യയാണ്. ദ കൺട്രി വിത്ത് ദ ലോവസ്റ്റ്, അല്ലേ? ഏറ്റവും കുറവ് വത്തിക്കാൻ സിറ്റിയും ഏറ്റവും കൂടുതൽ ഇന്ത്യയാണ്. ചൈനയൊക്കെ ആയിരുന്നു, അതൊക്കെ മാറി കേട്ടോ. അടുത്ത നോക്കുന്നില്ല, അതിൻ്റെ തൊട്ടിപ്പുറത്തൊരു ബോക്സിൽ കണ്ടോ, ഈ ബോക്സിനകത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തോന്നറിയോ? അതിന് മുമ്പേ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ടോ? 12 എണ്ണം നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? 13ാമത്തെ ഏതാണ്ട്. ഇത് നിങ്ങൾ അങ്ങ് ഫില്ല് ചെയ്യണേ. നിങ്ങളുടെ ബോക്സിനകത്ത് കിടപ്പുണ്ട്. എന്തോന്നറിയോ? കംപ്ലീറ്റ് ദ വർക്ക്ഷീറ്റ്. ഡ്രോ എഗെയിൻസ്റ്റ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് എഗെയിൻസ്റ്റ് ദ ഫാൾസ് സ്റ്റേറ്റ്മെൻറ്റ്. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവയ്ക്ക് നേരെ നമ്മൾ ചിരിക്കുന്ന ഇമോജി കൊടുക്കുക കേട്ടോ. തെറ്റാണെങ്കിൽ ഈ ഇമോജി കൊടുക്കുക കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നോക്കൂ നിങ്ങളെ, നോക്കിയേ. The required population for the formation of state has been fixed as 1 lakh. രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ജനസംഖ്യ 1,00,000 നിജപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെ വല്ലതും ഉണ്ടോ? രാഷ്ട്രത്തിന് അങ്ങനെ എമൗണ്ട് വല്ലതും നിജപ്പെടുത്തിയിട്ടുണ്ടോ നിങ്ങളെ? ഇല്ല. അതെന്താണ്? തെറ്റാണ് കേട്ടോ. നിങ്ങളപ്പോൾ ഈ ഇമോജി കൊടുക്കണേ. അടുത്തത് പീപ്പിൾ ബിലോങ്ങിങ് ടു ഡിഫറെൻറ്റ് റിലീജിയൻസ് ആൻഡ് ക്ലാസ് ക്യാൻ ബി പാർട്ട് ഓഫ് ദ പീപ്പിൾസ് ഓഫ് എ സ്റ്റേറ്റ്. രണ്ടാമത്തെ നോക്കൂ നിങ്ങളെ, അതായത് ഒരു രാഷ്ട്രത്തിലെ ജനസംഖ്യ വ്യത്യസ്ത മതവർഗ വിഭാഗത്തിൽ ഉൾപ്പെട്ടതാണെന്ന്. ആണോ നിങ്ങളെ? ആണോ? അത് ശരിയാ അല്ലേ? മതവിഭാഗത്തിൽ. അപ്പോൾ അത് ശരി. തെളിയുന്നൊരു പേനയാന്ന് തോന്നുന്നു അല്ലേ? ശരി. അപ്പോൾ നമ്മൾ ഏത് ഇമോജിയാണ് കൊടുക്കേണ്ടതെന്ന് അറിയണേ.
ശരിയാണെങ്കിൽ ശരി, തെറ്റാണെങ്കിൽ തെറ്റ് കേട്ടോ. നിങ്ങൾ ഈ ഇമോജി കൊടുക്കാൻ ഇവിടെ പറഞ്ഞ ഞാൻ വരച്ച് കുളവാക്കാത്തതുകൊണ്ട് ഇങ്ങനെ അടിച്ചതാണ്. അടുത്ത മൂന്നാമത്തെ, ദ സ്റ്റേറ്റ് ഈസ് ദ ഹയസ്റ്റ് പൊളിറ്റീഷ്യൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ പീപ്പിൾ. ജനങ്ങൾ രൂപീകരിച്ച ഏറ്റവും ഉന്നതമായ രാഷ്ട്രീയ സ്ഥാപനമാണ് രാഷ്ട്രം. ശരിയാ? അതെ, ശരിയാ. നമ്മളിപ്പോൾ വായിച്ചതാ. ഇത് ശരി, ഇതും ശരി, ഇത് തെറ്റാണ് കേട്ടോ. അടുത്തത്, എ സ്റ്റേറ്റ് ക്യാൻ എക്സിസ്റ്റ് വിത്തൗട്ട് പീപ്പിൾ. ജനങ്ങളില്ലാതെയും രാഷ്ട്രത്തിന് നിലനിൽക്കാം. ജനങ്ങളില്ലാതെ എന്തോ രാഷ്ട്രമാവും നിങ്ങൾ, ജനങ്ങളുണ്ടെങ്കിലല്ല ഇതെല്ലാം ഉള്ളൂ. അപ്പോൾ ഇതിനകത്തിൽ ഫസ്റ്റ് ടു ലാസ്റ്റ് തെറ്റാണ്, ഇടയ്ക്കലത്തെ രണ്ടെണ്ണം ശരിയാണ് കേട്ടോ. അത് നോക്കണേ. അടുത്ത് നോക്കൂ നിങ്ങൾ, ടെറിറ്ററിയെക്കുറിച്ച് താണ്ട് ഇവിടെ നമ്മുടെ സൗത്ത് സുഡാനെ കുറിച്ച് കണ്ടോ, ഒരു പടം കൊടുത്തിട്ടുണ്ട്. സൗത്ത് സുഡാൻ കാണാൻ പറ്റുന്നുണ്ടോ? സൗത്ത് സുഡാൻ. അതുപോലെ തന്നെ 3.1 അത് കൊടുത്തു, 3.2 അതും സൗത്ത് സുഡാനെ കുറിച്ച് അല്ലേ, രണ്ടും സൗത്ത് സുഡാനാണ്. പടം നോക്കണേ നിങ്ങൾ. എന്നിട്ട് ദ മാപ്പ് ഓഫ് സൗത്ത് സുഡാൻ ദാറ്റ് വാസ് ഫോംഡ് ഇൻ 2011 ഈസ് ഗിവൻ ബിലോ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്. നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ കുഞ്ഞില്ല. ടെറിട്ടറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂപ്രദേശം എന്നാണ്. ദ മാപ്പ് ഓഫ് സൗത്ത് സുഡാൻ ദാറ്റ് വാസ് ഫോംഡ് ഇൻ 2011 ഈസ് ഗിവൺ എബോ. 2011 രൂപീകരിക്കപ്പെട്ട ദക്ഷിണ സുഡാൻ്റെ ഭൂപടമാണ് നമുക്കിവിടെ താഴെ തന്നിരിക്കുന്നത്. മുകളിൽ നിന്നുള്ളത് ഞാൻ ആ ടെസ്റ്റിനകത്തിലെ കേട്ടോ, നിങ്ങളുടെ ടെസ്റ്റിലെ ചോദ്യമാണ്. ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ദക്ഷിണ സുഡാൻ ഏത് ഭൂഖണ്ഡത്തിലാവും നിങ്ങളെ? സുഡാൻ എന്നൊക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയില്ല ആഫ്രിക്കയിലാണ് കേട്ടോ, ആഫ്രിക്ക. ഇനി അടുത്ത, വിച്ച് റിവർ എൻറിച്ചസ് ദീസ് കൺട്രി വിത്ത് വാട്ടർ. ഏത് നദിയിലാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്? ഏത് നദിയാണ് ഈ രാജ്യത്തെ ജലസമൃദ്ധമാക്കുന്നത്? നൈൽ റിവറാണ് കേട്ടോ, നൈൽ നദി. ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ ഏതെല്ലാമാണ്? ദക്ഷിണ സുഡാൻ്റെ അതിർത്തി രാജ്യങ്ങൾ അതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിർത്തി എത്യോപ്യ അതെ, നമ്മുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ. ഈസ്റ്റും വെസ്റ്റും കണ്ട് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. നോർത്ത് എന്ന് വെച്ചാൽ വടക്ക് സുഡാനാണ്, സൗത്ത് തെക്ക് ഉഗാണ്ട. ഉഗാണ്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? നിങ്ങൾ ഉഗാണ്ടയ്ക്ക് വിടുമെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈസ്റ്റ് കിഴക്ക് എത്യോപ്യ, വായിക്കാൻ അറിയണേ. എത്തിനോക്കിയെന്നല്ലേ, എത്തിനോക്കിയ എന്നല്ല, എത്യോപ്യ എന്ന് കേട്ടോ, എത്യോപ്യ. വെസ്റ്റ് പടിഞ്ഞാറിലാണെങ്കിൽ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്, മധ്യ ആഫ്രിക്കൻ റിപ്പബ്ലിക്. നമ്മുടെ ടെസ്റ്റിൽ അതെല്ലാം തന്നിട്ടുണ്ട്. മലയാളംകാർക്ക് മലയാളവും ഇംഗ്ലീഷുകാർക്ക് ഇംഗ്ലീഷുമാണ് കുഞ്ഞുങ്ങളെ നമ്മൾ എഴുതിയേക്കുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ആ സുഡാനെ കുറിച്ച് ചോദിച്ചാൽ എല്ലാവർക്കും എഴുതാൻ അറിയാമല്ലോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ, നോക്കി അതിൻ്റെ ഈ ബോക്സിനകത്തിൽ എഴുതാനുള്ളതാണ് നമ്മളിപ്പോൾ എഴുതിയത്. ഫസ്റ്റ്, വിച്ച് കോണ്ടിനെൻ്റ് സൗത്ത് സുഡാൻ സിറ്റുവേറ്റഡ്? ആഫ്രിക്കയാണ് കേട്ടോ, ആഫ്രിക്കയാണ്. ഇനി ഏത് റിവറാണെന്ന് ചോദിച്ചാൽ നൈൽ റിവറാണ്. നോർത്തിൽ സുഡാന്, ഈസ്റ്റിൽ നോർത്ത് കഴിഞ്ഞാൽ പിന്നെ സൗത്തിൽ ഉഗാണ്ട, ഈസ്റ്റിൽ എത്യോപ്യ, വെസ്റ്റിൽ സെൻട്രൽ ആഫ്രിക്ക അല്ലേ. എൻ്റെ തൊട്ട് താഴെ നോക്കുന്നത്, സൗത്ത് സുഡാൻ ഈസ് എ കൺട്രി ദാറ്റ് വാസ് ഫോംഡ് ഫ്രം 10 സദേൺ സ്റ്റേറ്റ് ലിബറേറ്റഡ് ഫ്രം സുഡാൻ, ദ ബിഗസ്റ്റ് കൺട്രി ഇൻ ആഫ്രിക്ക. From these, haven't you realized that a specific geographical territory is necessary for the formation of any state like South Sudan? So for the existence of a state, a permanent and well-defined territory is essential. But the area of a territory for the formation of a state has not been specified. The land area, the water bodies, the airspace and the coastal areas of a country come under the jurisdiction of that territory. Modern state are generally larger in territorial size. എന്ന് വെച്ചാൽ എന്താണെന്ന് വല്ലതും മനസ്സിലായോ? അതായത് ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏതാ? സുഡാൻ. ഇതിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് നമ്മുടെ ദക്ഷിണ സുഡാൻ. മനസ്സിലാവുന്നുണ്ടോ? ഇത് നല്ലോണം മനസ്സിലാക്കണം കുഞ്ഞുങ്ങളെ. ദക്ഷിണ സുഡാൻ എന്ന് വെച്ചാൽ എന്താണ്? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാന് അത് ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കും കേട്ടോ. ആഫ്രിക്കയിലെ ഏറ്റവും വലിയ രാജ്യമായ സുഡാനിൽ നിന്നും സ്വതന്ത്രമാക്കപ്പെട്ട 10 തെക്കൻ സംസ്ഥാനങ്ങൾ ചേർന്ന് രൂപീകരിച്ച രാജ്യമാണ് ദക്ഷിണ സുഡാൻ. ഈ ദക്ഷിണ സുഡാനെ പോലെ ഏതൊരു രാഷ്ട്രം രൂപപ്പെടുന്നതിനും കൃത്യമായ ഭൂപ്രദേശം ആവശ്യമാണെന്ന് ഇതിൽ നിന്നും തിരിച്ചറിയാം. രാഷ്ട്രം നിലനിൽക്കണമെങ്കിൽ സ്ഥിരവും കൃത്യമായി നിർവചിക്കപ്പെട്ടതുമായ ഭൂപ്രദേശം ആവശ്യമാണ്. എന്നാൽ രാഷ്ട്ര രൂപീകരണത്തിന് ആവശ്യമായ ഭൂപ്രദേശത്തിൻ്റെ വിസ്തൃതി എത്രയെന്ന് നിജപ്പെടുത്തിയിട്ടുമില്ല. ഒരു രാഷ്ട്രത്തിൻ്റെ കര ഏതൊക്കെയാണെന്ന് നോക്കിയാൽ ലാൻഡ് ഏരിയ, കര, പിന്നെ വായു, വാട്ടർ ബോഡീസ്,
പിന്നെ കര ജല വായു എന്നീ തീരദേശ പ്രദേശങ്ങൾ അതിൻ്റെ പരിധിയിലൊക്കെ ഉൾപ്പെടുന്നു. ആധുനിക രാഷ്ട്രങ്ങൾ പൊതുവെ ഭൂവിസ്തൃതിയുടെ മുന്നിൽ നിൽക്കുന്നവയാണ് എന്നാണ്. അപ്പം നമുക്ക് അത്രയും മതി കുഞ്ഞുങ്ങളെ, ചുമ്മാ അതെല്ലാം കൂടെ വാരി വലിച്ചെന്നാൽ നിങ്ങളും പഠിക്കില്ല. നമ്മുടെ ഫസ്റ്റ് പാർട്ടിൽ അത്രയും നിൽക്കട്ടെ. ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യം റഷ്യയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യം വത്തിക്കാൻ സിറ്റിയുമാണ് കേട്ടോ. നമ്മൾ മൊത്തം 15 ക്വസ്റ്റ്യൻ ആൻസർ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ട് കമൻറ്റ് പറ, എന്നിട്ട് നമുക്ക് രണ്ടാമത്തെ പാർട്ട് പഠിക്കാം കേട്ടോ. നിങ്ങൾ കമൻറ്റ് പറയണേ, മനസ്സിലാവുന്നുണ്ടെങ്കിൽ മനസ്സിലായെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞോ. ഞാൻ എല്ലാത്തിൻ്റെയും ടെസ്റ്റ് വായിച്ച് ഇംഗ്ലീഷ് വായിച്ചിട്ട് മലയാളം പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും മലയാളത്തിലും ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ കൂടുതലൊന്നും ഇത് പറ്റത്തില്ല കുഞ്ഞുങ്ങൾ കേട്ടോ. എല്ലാം ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട്. എൻ്റെ തൊണ്ട ഒട്ടും വയ്യെങ്കിലും പറന്നാണെങ്കിലും നിങ്ങൾക്ക് ഞാനത് പറഞ്ഞും തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വൃത്തിയായിട്ട് എഴുതിയെടുക്കുക, കമൻറ്റ് പറയുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ കുഞ്ഞുങ്ങൾ കേട്ടോ. ഓക്കെ, നമുക്ക് പാർട്ട് 2 കാണാം.